നിങ്ങൾക്ക് വിഷ്വലൈസേഷനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതെ, വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവിയിൽ എന്തായി തീരണം എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോൾ ദിസ് മൊമെന്റിൽ വിഷ്വൽ ചെയ്തു തുടങ്ങുക. എങ്ങനെ വിഷ്വൽ ചെയ്യണം? അതെ, നിങ്ങൾ ഭാവിയിൽ എന്താവണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, എന്താണോ നിങ്ങൾ നേടണമെന്ന് ആഗ്രഹിക്കുന്നത്, ഏത് മേഖലകളിലാണ് നിങ്ങൾ ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള പേഴ്സണായിട്ട് തീരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ആ മേഖലകളിൽ, ആ സ്ഥാനങ്ങളിൽ, ആ ജോലിയിൽ, ആ കാര്യങ്ങളിൽ, ആ വസ്തുക്കളിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനോടകം ലഭിച്ചു എന്നുള്ള രീതിയിൽ നിങ്ങൾ അതിനെ വിഷ്വലൈസേഷൻ ചെയ്യുക. എപ്പോഴാണ് വിഷ്വലൈസേഷൻ ചെയ്യേണ്ടത്? ദിവസവും നിങ്ങൾ രാത്രി കിടക്കുന്നതിന് തൊട്ട് മുന്നേ നിങ്ങൾ ആൽഫ സ്റ്റേജിലോട്ട് പോകുന്നതിന് മുന്നായിട്ട്, നിങ്ങളുടെ ബ്രെയിൻ ആൽഫ സ്റ്റേജിലോട്ട് പോകുന്നതിന് തൊട്ട് മുന്നായിട്ട് നിങ്ങൾ വിഷ്വൽ ചെയ്യുക. നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, ഉദാഹരണം ഒരു ജോലിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ആ ജോലി ഇതിനോടകം ലഭിക്കുന്നു, ആ ഓഫീസ് നിങ്ങൾ കാണുന്നു, ആ ഓഫീസിലോട്ട് നിങ്ങൾ പോകുന്നു, നിങ്ങൾ കോസ്റ്റ്യൂം ഡ്രസ്സ് ധരിച്ചിരിക്കുന്നു, വസ്ത്രം, അവിടുത്തെ ഒരു എക്സിക്യൂട്ടീവ് ലുക്കിൽ നിങ്ങൾ പോകുന്നു, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലുക്കിൽ പോകുന്നു, കറങ്ങുന്ന ചെയറിലിരിക്കുന്നു, സിസ്റ്റത്തിന് മുന്നിലിരിക്കുന്നു, ടേബിളുണ്ട്, ബുക്സ് ഉണ്ട്, ഇതെല്ലാം നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യുക. നിങ്ങൾക്ക് എന്താണോ ആകേണ്ടത്, എന്താണോ ആവശ്യം എന്നുള്ളതിനെ കുറിച്ച് പൂർണ്ണമായ വ്യക്തത നിങ്ങളുടെ ബ്രെയിനിലോട്ട് നിങ്ങൾ ഇൻജക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കാലത്ത് ഉറങ്ങി എഴുന്നേറ്റ ഉടനെയും ഇതേപോലെ വിഷ്വലൈസേഷൻ ചെയ്യുക. തുടർച്ചയായി വിഷ്വലൈസേഷൻ, അഥവാ നമ്മുടെ ബ്രെയിനിന് നാം എന്താണോ എനർജി കൊടുക്കുന്നത്, ആ എനർജിയെ നമ്മുടെ ബ്രെയിൻ വിശ്വസിക്കുകയും അതിനു വേണ്ട അവസരങ്ങൾ നമുക്ക് മുന്നിൽ ഉള്ളതിനെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയും അവയിലോട്ട് അതിവേഗത്തിൽ നമുക്ക് ആകർഷിക്കുവാനും എത്തിപ്പെടുവാനും നമ്മളെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് എന്തായി തീരണം എന്നുള്ളതിൻ്റെ ആദ്യം തുടക്കം എന്ന് പറയുന്നത് നിങ്ങളുടെ ചിന്തകളാണ്. നിങ്ങളെ ഒരു വ്യക്തിത്വമാക്കി തീർക്കുന്നതും വിജയകരമായിട്ടുള്ള ഒരു വ്യക്തിത്വമാക്കി തീർക്കുന്നതും നിങ്ങളുടെ ചിന്തകളാണ് അതിനുള്ള തുടക്കം എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഏതിൻ്റെയും തുടക്കം കുറിക്കുന്നത് നിങ്ങളുടെ ചിന്തകളും ചിന്താഗതികളുമാണെന്നുണ്ടെങ്കിൽ ഇന്നു മുതൽ നിങ്ങളുടെ ചിന്തകളും ചിന്താഗതികളും വ്യത്യസ്തപ്പെടുത്തിക്കൊണ്ട് അവ എന്നിലില്ല എന്നുള്ളതിൽ ഉപരി അവ എന്നിലുണ്ടെന്നുള്ളതിനെ കുറിച്ചുള്ള വിഷ്വലൈസേഷൻ ചെയ്തു തുടങ്ങുക. അവ ലഭിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഞാൻ എന്നുള്ളതിനെ കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള ചിന്തകൾ കൊണ്ടുവന്നുകൊണ്ട് അതിനെക്കുറിച്ചും വിഷ്വലൈസേഷൻ ചെയ്യുക. നിങ്ങളൊരു സക്സസ്ഫുൾ ആയി തീർന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ചും വിഷ്വലൈസേഷൻ ചെയ്യുക. അതിലൂടെ നിങ്ങൾക്ക് പണം ലഭിക്കുന്നതായിട്ട് നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യുക. ആ സമ്പാദ്യം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു, വിനിയോഗിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചും നിങ്ങൾ നല്ല രീതിയിൽ വിഷ്വലൈസേഷൻ ചെയ്യുക. നിങ്ങളുടെ വിജയം വിഷ്വലൈസേഷൻ ചെയ്യുക. നിങ്ങളുടെ പരാജയത്തെ മാറ്റിവെക്കുക. നിങ്ങൾ കൂടുതൽ എന്തിനെക്കുറിച്ചാണോ വിഷ്വലൈസേഷൻ അഥവാ എന്തിനെക്കുറിച്ചാണോ കൂടുതൽ ചിന്തിക്കുന്നത്, ആ കാര്യങ്ങൾ നിങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങുകയും നിങ്ങൾ അറിയാതെ തന്നെ പ്രവർത്തിക്കുകയും ആ പ്രവൃത്തിയിലൂടെ നിങ്ങളുടെ വിജയം നേട്ടം കൈവരിക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുകയും ചെയ്യും. ഇതാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സത്യം എന്ന് പറയുന്നത്. നിങ്ങളുടെ ചിന്തകൾക്ക് അതിയായ ശക്തിയുണ്ട്. നിങ്ങൾ എന്താണോ എവിടെ നിന്നാണോ ചിന്തിച്ചു തുടങ്ങുന്നത് അവിടെ നിന്ന് നിങ്ങളുടെ ജീവിതം ടേണിംഗ് പോയിന്റായി തിരിയുന്നു, നിങ്ങളുടെ ജീവിതം സക്സസ്ഫുൾ ആയി തിരിയുന്നു. അതുകൊണ്ട് ചിന്തകൾക്ക് അതിയായ ശക്തിയുണ്ട് എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുകയും ചിന്തിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ വിജയമാണ് എന്നുള്ളതും ചിന്തിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ സക്സസ് ആയിട്ടുള്ള ജീവിതമാണെന്നും ചിന്തിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ വിജയത്തിനുള്ള തുടക്കമാണെന്നും ഇതിനോടകം തന്നെ ആ വിജയങ്ങൾ നേടിയെന്നും കൈവരിച്ചു എന്നും ഉള്ള വ്യക്തിയെപ്പോലെ ജീവിച്ചു തുടങ്ങുക, വിശ്വസിച്ചു തുടങ്ങുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി മറക്കാതെ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കമൻറ്റ് കൂടി ചെയ്യുക. ഈ വീഡിയോ മറക്കാതെ ഭാവിയെക്കുറിച്ച് സ്വപ്നം കണ്ടിരിക്കുന്ന നിങ്ങളുടെ അറിയുന്ന ആ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സ് എല്ലാവരിലോട്ടും ഒന്ന് ഷെയർ ചെയ്യുക. കാരണം ഇനി അവരും വിഷ്വൽ ചെയ്തുകൊണ്ട് ആ സ്വപ്നങ്ങൾ നേടിയെടുക്കട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്.